ക്യാറ്റ്ലിസ് സ്കില്ലുകൾ ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് ബാംഗ്ലൂർ റൂറലിനെയും ബാംഗ്ലൂർ സൗത്തിൻ്റെയും DCC പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ചാർജിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ലീഡർഷിപ്പായിട്ട് ഡിസ്കഷൻ വന്നതാണ്. അതിനുവേണ്ടി മാത്രം വന്നതാണ്. കേരളത്തിലെ 5 DCC പ്രസിഡന്റ് MLA-മാരാണ്. നിങ്ങൾ റൂറലും മറ്റോ സ്വന്തം നാട്ടിൽ താങ്കളുടെ പിതാവാണെങ്കിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കോൺഗ്രസിലും ഭരണത്തിൽ വരണമെന്ന് വെച്ച് ഫൈറ്റ് ചെയ്തൊരു മനുഷ്യൻ. താങ്കളാണെങ്കിൽ ഈ 5 DCC പ്രസിഡന്റ് MLA-മാരെ MLA-മാർ DC പ്രസിഡന്റ് ആവാൻ പാടില്ലെന്നുണ്ട്. അല്ല, അങ്ങനെ നാഥനില്ലായിരിക്കൊന്നുമില്ല. അവർ നല്ലപോലെ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ചർച്ചകളൊക്കെ തുടങ്ങുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല. അത് പാർട്ടി ലീഡർഷിപ്പ് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ കൃത്യമായ തീരുമാനമെടുക്കും. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ തയ്യാറല്ല. മാത്രമല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. ഈ MP MLA-മാരൊക്കെ ആവാൻ കഴിയുമോ? ഒരു ഫുൾ ടൈം വേണമോ എന്ന ചോദ്യം ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയട്ടെ, MP MLA ആയാലും ഫുൾ ടൈമായിട്ട് അവർക്കും പ്രവർത്തിക്കാമല്ലോ. അങ്ങനെ അവർ ഫുൾ ടൈം ആവത്തില്ല എന്നാരാ പറഞ്ഞത്? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എലിജിബിളാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, MP ആയാലും MLA ആയാലും ഫുൾ ടൈം. ഇപ്പോൾ കെ സുധാകരൻ അതേ ഫുൾ ടൈം അല്ലായിരുന്നു. അപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? MP ആയതുകൊണ്ടോ MLA ആയതുകൊണ്ടോ ഫുൾ ടൈം അല്ലാതെ വരും എന്ന് പറയാൻ പറ്റും. അപ്പം MP-മാരും MLA-മാരും എലിജിബിളാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി, കാരണം കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗണേഷ് കുമാർ NSS തമ്മിലുള്ള, അപ്പോൾ ഗണേഷ് കുമാർ NSS വളരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു. ഇതിനെന്താ നിലപാട്? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഏറ്റവും മാന്യമായിട്ടാണ് അവിടെ വരുന്നവരോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും അതത്തെ അവമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ഹീനമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവരുടേതായ ശൈലി കാണും. ആ ശൈലിയെ വേറൊരു തരത്തിൽ വക്രീകരിച്ച് പറയുന്നത് അത് ശരിയല്ല. ശ്രീ സുകുമാരൻ നായർ അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സ്വത്താണെന്ന് ഞാൻ പറയും.